Hello everyone, this video will be showing how to put long chain. ഇതിന് ഉപയോഗിക്കുന്ന നീഡിൽ നമ്പർ 14 0.5 mm 14 കേട്ടോ. ഇത് ജപ്പാൻ്റെ കമ്പനിയുടെ നീഡിലാണ്. പിന്നെ ഇത് ത്രെഡ് ഉപയോഗിക്കുന്ന എംബ്രോയ്ഡറി ത്രെഡാണ് A1. പിന്നെ അതിന് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ത്രെഡ് രണ്ടായിട്ട് മടക്കി അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ക്രോസ് ചെയ്യും. രണ്ടായിട്ട് മടക്കിയ ശേഷം ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കൂടെ ത്രെഡ് കയറ്റി ടൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു കെട്ട് ഉണ്ടോ, ഇവിടെ ഒരു കെട്ട്, ചെറിയൊരു കെട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു റൗണ്ടും കൂടെ ചെയ്ത് ത്രെഡ് നമ്മൾ സെക്കോർഡ് ഒരു ടൈറ്റായ ഒരു കെട്ട് വീണം. അതിന് ശേഷം നമ്മൾ ഈ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് ഓക്കെ. അതിനുശേഷം നമ്മൾ എങ്ങനെ ലോങ് ചെയിൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ഫിംഗേഴ്സ് 1 2 3 ഫിംഗേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഈ മിഡിൽ ഫിംഗറിൽ നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ വെച്ച് ഇങ്ങനെയാണ് പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ റൗണ്ട് ചെയ്യും. അതായത് ഈ രണ്ട് ഫിംഗർ ഇതിൽ പിടിക്കും. എന്നിട്ട് ഇത് റൗണ്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ത്രെഡ് നമ്മൾ വെക്കുന്നത്. ടൈറ്റായിട്ട് പിടിക്കാം നമുക്ക്. അതിന് ശേഷം നമ്മൾ ഈ ക്ലോത്തിൻ്റെ ഡൗണിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ നീഡിൽ എപ്പോഴും 90 ഡിഗ്രിയിൽ ചരിച്ചിട്ടായിരിക്കും നമ്മൾ നീഡിൽ ചെയ്യുക. ബിഗിനേഴ്സ് എപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മൾ ക്ലോത്ത് നല്ലപോലെ ടൈറ്റാണ്. ഇങ്ങനെ ടിപ്പ് 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 എന്നുള്ള സൗണ്ട് വരണം. അപ്പോൾ ഈ ക്ലോത്ത്, എൻ്റെ ക്ലോത്ത് ഇച്ചിരി ലൂസാണ്, എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റായിട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ബിഗിനേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നീഡിൽ ചിലപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ നീഡിലുമായിട്ട് നമ്മൾ എപ്പോഴും സൂട്ടായിരിക്കാൻ ഒരു 2-3 സെക്കൻഡ് നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ കുത്തി പഠിക്കുന്നത് നല്ലതാണ്. ഈ നമ്മൾ ഈ 1 2 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരച്ച് വെക്കുക. എപ്പോഴും ക്ലോത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനെ ചരിച്ച് കുത്തുമ്പോൾ എന്താ ചെയ്യാന്നറിയാം, ഈ ത്രെഡ് ഇങ്ങനെ വലിക്കണം. ഇതാണ് നമ്മൾ ഡൗണിലുള്ള പ്രൊസീജിയർ നടത്തുന്നത്. ഇങ്ങനെ വലിക്കണം, കുത്തി വലിക്കണം. ഇതിൻ്റെ നെക്ക് കണ്ടോ, ഒരു ഷാർപ്പ് ഒരു വളഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അതിൽ ഇങ്ങനെ അതിങ്ങനെ കുത്തി ഈ ത്രെഡിൽ ഇങ്ങനെ കുത്തി വലിക്കാം. അങ്ങനെയാണ് അങ്ങനെ വലിക്കുമ്പോൾ മേളിലേക്ക് ഇത് വരും കണ്ടോ. അതിനുശേഷം നെക്സ്റ്റ് നമ്മളൊരു കുത്തു കൊടുക്കുക. നമ്മൾ ഇച്ചിരി വലിക്കുക. അതിനുശേഷം നെക്സ്റ്റ് പിടിക്കുക, ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെ കുത്തി നമ്മൾ കുറച്ച് ലോങ് സ്റ്റിച്ചായിട്ട് ഇപ്പോൾ ഇങ്ങനെ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഇങ്ങനെ കുത്തുക. ശേഷം ലോങ് ആയിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ലോങ് ആയിട്ട് ചെയ്ത് പഠിച്ച് അത് ഈ എൻഡ് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യണമല്ലോ ഈ ത്രെഡ്, അല്ലെങ്കിൽ നമുക്ക് ലോസ് ആവും. അതിനു വേണ്ടി നമ്മൾ വീണ്ടും ഡൗണിലേക്ക് കുത്തുക, ഒരു ത്രെഡ് മേളിലേക്ക് വലിക്കുക. ഈ ത്രെഡിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഈ ത്രെഡിനെ മേളിലേക്ക് എടുക്കുക, നോട്ടിടുക. അപ്പം ലോക്കായി കണ്ടോ, ലോക്കായി. അപ്പോൾ ഈ അധികം വരുന്ന ഈ ത്രെഡ് നമ്മളെങ്ങനെ മാറ്റുകയെന്ന് വെച്ചാൽ താഴെ കൂടെ നീഡിടുക, നോക്കുക. ഈ നീഡിൽ ഇതിൽ ഈ കുത്തി വലിക്കുക കണ്ടോ.
ഇങ്ങനെ. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ബിക്കോസ് എനിക്ക് കുറച്ച് ഇങ്ങനെ ചെയ്ത് നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത്. ഇതിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിലൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമുക്ക് പഠിക്കാം. I hope you guys like it. Please subscribe my channel.